ഞാൻ ആളെയും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഇടവകയിൽ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചൊരു സംഭവമാണ്. ഞാൻ വീട് വീടാന്തരം എല്ലാം കയറി, നമ്മുടെ ഇടവകയിലെ എല്ലാ വീടുകളും കയറി, എല്ലാ യൂണിറ്റുകളിലും സന്ദർശനം നടത്തി ഇതിനോടകം. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വ്യക്തിയെ, നല്ലൊരു മനുഷ്യൻ, കഠിനാധ്വാനം ചെയ്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ മറ്റുള്ളവർ എന്നോട് ആ ചേട്ടനെ പറ്റി പറഞ്ഞു, ഈ ചേട്ടൻ ഇപ്പോൾ പള്ളി പോവാറേ ഇല്ല, പണ്ട് പള്ളിയിൽ നിന്ന് മാറില്ലായിരുന്നു, വൈദികരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, ഇന്ന അച്ഛന്മാരുടെ പ്രത്യേക കൂട്ടുകാരനാണ്, പക്ഷെ ഇപ്പോൾ പള്ളി പോകുന്നില്ല. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ പറയുകയാണേ, കുർബാന പ്രശ്നം തുടങ്ങിയതിൽ പിന്നെ ഞാൻ പള്ളിയിൽ പോകാറേയില്ല, എൻ്റെ വിശ്വാസം പോയി. പള്ളിയിൽ കലഹം, മെത്രാന്മാരുടെ കലഹം, വൈദികരുടെ കലാപരിപാടികൾ, ബഹളം, മടുത്തു. ഈ സഭയിൽ ദൈവമില്ല, ഇതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് തോന്നി. ആണ്ടുകുമ്പസാരം നിർത്തിയിട്ട് വർഷങ്ങളായി, പള്ളി പോയിട്ടും വർഷങ്ങളായി, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ആ ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചു. അതാ ചേട്ടനൊരാശ്വാസമായിട്ട് മാറി. ആ കാര്യം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതാ ചേട്ടൻ്റേത് ഒരു വലിയ അക്യൂട്ട് പ്രോബ്ലമാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിൻ്റെ വേദനയാണ്. എൻ്റെയും നിങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഒത്തിരിയേറെ നിഷ്കളങ്കരായ ആത്മാക്കളെ തള്ളിക്കളഞ്ഞ വലിയൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ എങ്ങനെ മനസ്സിലാക്കണം? ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം, ആത്മീയ പ്രശ്നമായിട്ട് മാറും. സ്നേഹമുള്ളവർ, അത് ഇതാണ് നാം ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം. ഞാൻ ഈ പറയുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം മനോഹരമായൊരു പ്രസ്താവന തിരുസഭയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് തിരുസഭ? ചർച്ച് ഈസ് ദ ഹോസ്പിറ്റൽ ഓഫ് സിന്നേഴ്സ്, നോട്ട് ദ മ്യൂസിയം ഓഫ് സെയിൻസ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. തിരുസഭ എന്നത് പാപികളുടെ ആശുപത്രിയാണ്, പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ള മ്യൂസിയം അല്ല. നമ്മുടെ തിരുസഭ പാപികൾക്ക് വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാൻ രക്തം വിലയായി കൊടുത്ത് നമ്മുടെ കർത്താവ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അത് കർത്താവിൻ്റെ മൗതിക ശരീരം തന്നെയാണ്. ആ തിരുസഭയുടെ ശിരസ് ക്രിസ്തു തന്നെയാണ്. ആ അവയവത്തിൻ്റെ ഭാഗം നാം എല്ലാവരും. മാർപ്പാപ്പമാർ, ഏതൊരു പാപികളും, നാം ഈ പള്ളിയിൽ വരുമ്പോൾ അൾത്താരയിലും ചുറ്റുമൊക്കെ വിശുദ്ധരിയ്ക്കുന്നുണ്ട്, പുണ്യവാന്മാര് രൂപങ്ങളിരിക്കുന്നു, ചിത്രങ്ങളിരിക്കുന്നു. അതല്ല തിരുസഭ. തിരുസഭ ഈ ഞാനും നിങ്ങളുമാണ്. തിരുസഭ എന്നത് വിശുദ്ധരിയ്ക്കുന്ന മ്യൂസിയം അല്ല, പാപികളുടെ ആശ്രയമായ ആശുപത്രിയാണ്. നാം ഒരു ആശുപത്രി കയറി ചെന്നിട്ട് നാം അവിടെ ഒരു കൈയൊടിഞ്ഞ രോഗിയെ കാണുന്നു, കണ്ണില്ലാത്തവനെ കാണുന്നു, തൊണ്ടയിൽ ക്യാൻസറിൻ്റെ മുഴയുള്ള ആളെ കാണുന്നു, കൈയും കാലും ഒടിഞ്ഞവനെ കാണുന്നു, ശരീരം നിറച്ച് ചൊറിയും ചിരങ്ങുമായിട്ടിരിക്കുന്ന വൃത്തികെട്ട രൂപങ്ങളെ കാണുന്നു, ഛർദ്ദിക്കുന്നവരെ കാണുന്നു. ഉടനെ നാം ആശുപത്രി വെറുക്കുകയാണോ? ആ ആശുപത്രി അവർക്കുള്ളതാണ്, അവരെ വിശുദ്ധീകരിക്കാൻ ഉള്ള സ്ഥാപനമാണത്. അതുപോലെ ഈ തിരുസഭ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതാണ്. അതിൽ പാപികളുണ്ടാവും, അതിൽ എന്നും വേദനയുണ്ടാവും, ദുഃഖമുണ്ടാവും, കണ്ണീരുണ്ടാവും, നിരാശയുണ്ടാവും. കാരണം അത് നമ്മുടെ ഓരോരുത്തരുടെ ശരീരം പോലെ ക്രിസ്തുവിൻ്റെ ശരീരമാണത്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛനാവണമെന്നുള്ള സ്വപ്നവുമായിട്ട് സെമിനാരിയിലേക്ക് ചെന്നു. കാർമൽഗിരി സെമിനാരി ഫിലോസഫി പഠിക്കുന്ന സമയം സെമിനാരിക്ക് പുറത്തിറങ്ങിയാൽ അച്ചം പിള്ളേരെ കൂവുന്ന ഒരു കാലം. അന്നാണ് ഈ അഭയ പ്രശ്നം വന്നത്. അത് പത്രങ്ങളിലെല്ലാം മുഴച്ചു നിൽക്കുകയാണ്. വൈദികർക്കെതിരെ വലിയ പ്രചരണമാണ്. പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം എടുത്തു പൊക്കി വെച്ചിരിക്കുന്നു. എല്ലാ ക്രൈസ്തവരെയും കളിയാക്കിയാണ്, പ്രത്യേകിച്ച് വൈദികരെയും കന്യാസ്ത്രീകളെയും എല്ലാം പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. വൈദികനായി, അത് കഴിഞ്ഞ് മെത്രാൻ പ്രശ്നമുണ്ടായി, ചില അച്ഛന്മാരെ പ്രശ്നങ്ങൾ വന്നു, അതിനുശേഷം കുർബാന പ്രശ്നം വന്നു. ഇന്നേ വരെ
സമാധാനത്തിൻ്റെ ഒരു നല്ല കാലം സഭയിൽ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. എങ്കിൽ ഈ പ്രതിസന്ധിയുടെ ഇടയിലും നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നു. അനേകായിരങ്ങൾ ദേവാലയത്തിൽ വരുന്നു, വിശുദ്ധർ രൂപപ്പെടുന്നു. എല്ലാം സംഭവിക്കുന്ന കാരണം എന്താണ്? തിരുസഭയെ പരീക്ഷിക്കാൻ ദൈവം തീരുമാനിച്ച ആ സംഭവമാണ് നാം കഴിഞ്ഞ കാലം കണ്ടത്. ഇപ്പോൾ അതൊന്ന് ശാന്തമായി, കുർബാന പ്രശ്നം ശാന്തമായി, മഴ പെയ്തു തീർന്നു. ഇനി മരം പെയ്യുന്നതേ ഉള്ളൂ. അത് പർവ്വതീകരിച്ച് ചിലരെ സംബന്ധിച്ച് ഈ കുർബാന പ്രശ്നം തീരരുത് എന്ന് നിർബന്ധമുള്ളവരുണ്ട്. കാരണം ഈ പ്രശ്നത്തിൽ ചീഞ്ഞതിലെ പുഴുക്കൾ പോലെ, മൃതശരീരത്തിൽ പുഴു അരിക്കുന്നത് പോലെ ഈ പ്രതിസന്ധി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുണ്ട്. അവർക്കിത് തീരാൻ ആഗ്രഹമില്ല. ഇതെപ്പോഴും കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഇതൊരു തീർന്നു പോയ പ്രശ്നമാണ്. നമുക്ക് ഒത്തിരി മുറിവുകളുണ്ടായി, നാം ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിനൊരു പ്രതിസന്ധി തീർത്ത് കളയണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, സഭയിൽ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇത് അവസാനിച്ചൊരു പ്രശ്നമാണ്. പക്ഷേ ഒത്തിരി പേരെ ഹൃദയങ്ങളിൽ ഇത്, കുറച്ച് പേരെ ഹൃദയം കിടന്ന് തിളക്കിയാണ്. കുറേ മുറിവുകൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. എന്താ ഉണ്ടായത് നമ്മുടെ സഭയിൽ? സ്നേഹമുള്ളവരെ, ഒത്തിരി പേര് ദൈവവിശ്വാസത്തിന് അകന്നുപോയി നിർജീവമായൊരു കേരള സഭയിൽ ദൈവം നടത്തിയ ഒരത്ഭുതമായിരുന്നു കരിസ്മാറ്റിക് പ്രസ്ഥാനം. അന്ന് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാന സെമിനാരിയിൽ, മംഗലപ്പുഴ സെമിനാരി ഞാനൊക്കെ ചെല്ലുന്നതിന് മുമ്പാണ് ആരംഭിച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ ധ്യാനം, കരിസ്മാറ്റിക് ധ്യാനം കാർമൽഗിരി സെമിനാരിൽ നടക്കുകയാണ്. ആ ധ്യാനം പരാജയപ്പെട്ടു പോയി. വൈദിക വിദ്യാർത്ഥികളെല്ലാം ബുദ്ധി വെച്ച് ഇതിനെ അളന്നു, കളിയാക്കി. ധ്യാനിപ്പിക്കാൻ വന്ന വൈദികർ ഇവിടെ പിശാച് ബാധ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവർക്കൊക്കെ ദുഃഖമായി. നേതൃത്വം നൽകേണ്ട ഉന്നതത്തിലുള്ള വ്യക്തികള്, സഭയെ നയിക്കേണ്ടവര് അതിൽ തെറ്റ് കണ്ടുപിടിച്ചു, അതിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ദൈവം ആത്മീയ നിറവിന്റെ കൂടെ നിന്നു. വിശുദ്ധരായ ധ്യാന ഗുരുക്കന്മാരുയർത്തി, ധ്യാന കേന്ദ്രങ്ങൾ ഉയർത്തി, ആയിരക്കണക്കിന് മനുഷ്യരെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വിട്ടു. സൗഖ്യവും രോഗശാന്തിയും അത്ഭുതവും ദൈവിക സ്പർശനവും ദർശനവരവും എല്ലാമായിട്ട് കോളേജുകളിലും യുവജനങ്ങളുടെ ഇടയിലും ഒരു ഹരമായി ആത്മീയത അങ്ങ് വളർന്നു. എല്ലാ കോളേജുകളിലും ജീസസ് യൂത്ത് മൂവ്മെന്റ് ഉണ്ടായി. ഒത്തിരി ഗാനങ്ങൾ ഇറങ്ങി. ഒത്തിരി നല്ല, പണ്ട് നമുക്കൊരു സത്യദീപേ സഭയെ പറ്റി അറിയാനുണ്ടായിരുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ചാനലുകൾ ഇറങ്ങി. സഭയുടെ വാർത്താ ചാനൽ, ഗാനങ്ങള്, നമ്മുടെ വീടുകളിൽ കുർബാനകള്, പ്രസംഗങ്ങള്. വലിയൊരു ആത്മീയമായൊരു വലിയ വിസ്ഫോടനം, വലിയൊരു ശക്തി കേരള സഭയ്ക്ക് ലഭിച്ചു. അപ്പോൾ ദൈവം തീരുമാനിച്ചു, ഈ ഒരുക്കം കഴിഞ്ഞിട്ട് ദൈവം സഭയെ കുർബാന പ്രശ്നം എന്ന മരുഭൂമിയിലേക്ക് നയിച്ചു. പരീക്ഷിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് നയിച്ചു. നാം അറിഞ്ഞിരിക്കേണ്ടത്, സഭയിൽ ഒരു പ്രശ്നം വന്നാൽ അത് ദൈവം അറിയാതെ നടക്കില്ല. ദൈവമാണ് അതിന്റെ പുറകിലുള്ളത്. ആ വഞ്ചി കാറ്റത്ത് ഉലഞ്ഞു കഴിഞ്ഞപ്പോൾ ഗലീലിയ കടലില്, ആ കടലിന്റെ ആഴത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടത് കർത്താവാണ്. കൊടുങ്കാറ്റ് അയച്ചത് ദൈവമാണ്. ആ വള്ളം മുങ്ങാറാക്കിയത് ദൈവമാണ്. ശാന്തമാക്കിയതും ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ ഒരു പ്രതിസന്ധി സഭയിൽ വരികയില്ല. കാരണം ഇത് ദൈവത്തിന്റെ സഭയാണ്, ഈശോ സ്ഥാപിച്ചതാണ്. ഈശോ പറഞ്ഞുകൊണ്ട് പത്രോസ് നീ പറയാണ്, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരകം വാതുറക്കും, പ്രലോഭിപ്പിക്കും, പേടിപ്പിക്കും, നശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം അത് കർത്താവിന്റെ ശരീരമാണ്. കർത്താവ് സ്ലീഹന്മാർക്ക് ഉറപ്പ് കൊടുത്തു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ലോകം അവസാനിക്കുന്നവരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവം സഭയെ വിട്ടു പോവില്ല. പക്ഷെ ഇതുപോലുള്ള പ്രലോഭനങ്ങളിലൂടെ എല്ലാ കാലത്തും സഭ കടന്നു പോകും. അങ്ങനെ പ്രലോഭനമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു സഭയിൽ വിശ്വസിക്കാം എന്നാരെങ്കിലും കരുതിയാൽ അവന് ദൈവത്തിൽ വിശ്വസിക്കാൻ സമയം കിട്ടുകയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. വിശ്വാസം ത്യജിക്കാനുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ത്യജിക്കാവുന്ന രീതിയിൽ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കും. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ ഒരു തേങ്ങ വീണിരിക്കും. മോങ്ങാൻ വേണ്ടി ഇരുന്നാൽ, വിശ്വാസം കളയാനിരുന്നാൽ. എന്നാൽ ഇതിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനോ
ഇതൊക്കെ ഇതൊരവസരമാണ്. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയിൽ ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. മധ്യയുഗങ്ങളിൽ ബാഡ് പോപ്സ്, മോശം മാർപ്പാപ്പമാരുണ്ടായ കാലമുണ്ടായിരുന്നു, ചീത്ത മാർപ്പാപ്പമാർ. അതിനൊരു 5-6 മാർപ്പാപ്പമാർ സഭ ഭരിച്ചു. സഭയിൽ അധികാരത്തിന് വടംവലിയുണ്ടായി, ലൗകായധികത്വം വളർന്നു, സഭ തകരാൻ തുടങ്ങി, ആത്മീയമായിട്ട് തകരാൻ തുടങ്ങി. റോമിൽ ഒരു മാർപ്പാപ്പ, ഫ്രാൻസിൽ അവിഞ്ഞോണിൽ വേറൊരു മാർപ്പാപ്പ, 2 മാർപ്പാപ്പമാർ പാരലായിട്ട് സഭയെ ഭരിക്കാൻ തുടങ്ങി. സഭ നശിക്കാൻ പോയി. ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധർ ഉയർന്നു വന്നത് ആ കാലഘട്ടത്തിലാണ്. 2ാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി ഉയർന്നു വന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ തോമസ് അക്വീനാസ് ഉയർന്നു വന്നു. സഭയെ വിശുദ്ധീകരിക്കാൻ അദ്ദേഹം ലിയോൺസിലൊക്കെ സൂനകദോസികൾ വലിയ ശക്തിയായി. ദാരിദ്ര്യവ്രതം ഏറ്റെടുത്തുകൊണ്ട് ഫ്രാൻസിസ് അസീസി ലോകം മുഴുവൻ കറങ്ങി. അത് കണ്ട് ആകൃഷ്ടയായി സ്ത്രീകളെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ അസീസിയിലെ കാര്യരംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ തൻ്റെടിയായ CN ആയ വിശുദ്ധ കാതറിൻ ഇറങ്ങി വന്നു. വിശുദ്ധയായ സ്ത്രീ അന്ന് അവിഞ്ഞോണിൽ മാർപ്പാപ്പ അന്തിപ്പാപ്പ പോലെ ഒരു സ്വതന്ത്രമായിട്ട് വേറൊരു സ്ഥലത്ത് വത്തിക്കാന് പകരം അവിഞ്ഞോണിൽ ഭരിക്കുന്ന കാലത്ത് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ട് റോമിലേക്ക് പോകാൻ ആ കന്യാസ്ത്രീ നിർബന്ധിച്ചിട്ടാണ് അന്നത്തെ മാർപ്പാപ്പ അവിഞ്ഞോൺ ഉപേക്ഷിച്ച് റോമിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഇന്നും മാർപ്പാപ്പ റോമിലിരിക്കാൻ കാരണം. അത്രയേറെ വിശുദ്ധരെ ഉയർത്തിക്കൊണ്ട് സഭയെ ഈശോ ശക്തിപ്പെടുത്തി. കാരണം ഇത് ഈശോയുടെ സഭയാണ്. സ്നേഹമുള്ളവരെ, ഭിന്നതയുണ്ടാക്കൽ എളുപ്പമാണ്. ഭിന്നതയുണ്ടാക്കി കഴിയുമ്പോൾ അതിന്ന് മുതലെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. നാം ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയും: ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതുണ്ടാവും. എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ആര് മൂലം അത് ഉണ്ടാകുന്നു? പ്രലോഭനം ഉണ്ടാവണം. പക്ഷെ പിശാചിന്റെ റോള് കളിക്കുന്നവർ സൂക്ഷിക്കണം. കാരണം നീ നശിപ്പിച്ച ആത്മാക്കളുടെ കണക്ക് ദൈവ തിരുസന്നിധിയിൽ നീ കൊടുക്കേണ്ടി വരും. നശിപ്പിച്ച തിരുസഭയുടെ മഹത്വത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. രക്തസാക്ഷികൾ വെച്ച തിരുസഭയ്ക്ക് നൽകിയ കൃപയുടെ മഹത്വത്തിൽ എന്തെങ്കിലും ഗ്ലാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വിഘടിപ്പിക്കൽ എളുപ്പമാണ്. പല ചേരിയായിട്ട് തിരിഞ്ഞ് 2 കൂട്ടരും പറയുന്നത് ശരിയാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. 2 കൂട്ടരും പറയുന്നു. ഒരു കൂട്ടർ പറയുന്നു മാർപ്പാപ്പ പറഞ്ഞതല്ലേ നാം ചെയ്യേണ്ടത്, സിനഡ് പറഞ്ഞതല്ലേ. അപ്പോൾ വേറൊരു കൂട്ടർ ഇത് മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അതല്ല ശരി, വേറെ രീതിയിലാണ് ശരി. നാം കാലങ്ങളായിട്ട് 2 കൂട്ടരും പറയുന്നത് ശരിയാണ്. കാലങ്ങളായിട്ടുള്ള പാരമ്പര്യമൊക്കെ തുടരണം, നമ്മുടെ അതിരൂപതയുടെ ശൈലി തുടരണം, അത് നല്ലതാണ്. ഒരു കൂട്ടർ വാദിക്കുന്നു, മറ്റൊരു പറയുന്നു അങ്ങനെയല്ല. ഈ 2 കൂട്ടരും പറയുന്നത് ശരിയാണ്. അതിനൊരു പരിഹാരമായി ഇപ്പോൾ ഈ 2 കൂട്ടരെയും ഒരുമിച്ച് ചേർത്ത് പരിഹാരമായി കഴിഞ്ഞു. ആ പരിഹാരം നമ്മുടെ സഭയിൽ സമാധാനത്തിലേക്കുള്ള നേരായ വഴിയാണ്. ആ വഴിക്ക് ഇനി പോകണം. അപ്പോ ഈശോ പറയുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാവണം, പക്ഷെ അതിന് കാരണമാകുന്നവന് ദുരിതം. അവന് അതിലും നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിലേക്ക് എറിയപ്പെടുന്നതാണ്. അവന്റെ അവസ്ഥ അതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ പ്രതിസന്ധി വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു ശക്തിയായി നമുക്ക് മാറണം. നാം ഓരോ പ്രതിസന്ധിക്കനുസരിച്ച് തകരല്ല വേണ്ടത്. ആ പ്രതിസന്ധിയിൽ നാം ഊർജം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തിയോടെ വിശ്വാസം നിലനിൽക്കണം. പൈശാചികത ചുറ്റുമുണ്ടാവും, ഇരുട്ട് ചുറ്റുമുണ്ടാവും. ഒരു സംഭവം ഇങ്ങനെയുണ്ട്. ഒരിക്കലൊരു കൂറ്റൻ ഫ്ലാറ്റിന് തീ പിടിച്ചു. തീ ആളി കത്തുകയാണ്. ഫ്ലാറ്റിലെ മുറികളെല്ലാം അഗ്നി വിഴുങ്ങി കഴിഞ്ഞു. ഒരു കുട്ടിയുടെ കരച്ചിൽ മുകളിലുള്ള മുറിയിൽ നിന്ന് ഉയർന്നു വരികയാണ്. ആ ഒരു കൊച്ചു കുട്ടി കിടന്ന് കരയുകയാണ്. ആ കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ പപ്പ അകലെ നിന്ന് ഓടി വന്നു ആ ഫ്ലാറ്റിൻ്റെ അടുക്കിലേക്ക്. ഫ്ലാറ്റിലേക്ക് കയറാൻ പറ്റില്ല, നിറയെ തീയും പുകയുമാണ്. ഉടനെ കൊച്ചിനെ പപ്പ ഒച്ചനെ വിളിക്കുകയാണ്, മോനെ നീ എടുത്ത് ചാടിക്കൊള്ളുക, ആ ജനലിലേക്ക് നീ വരിക, എടുത്ത് ചാടിക്കൊള്ളുക. പപ്പയുടെ സ്വരം ശ്രവിച്ച കൊച്ച് ജനലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവൻ പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞേ, എനിക്ക് പപ്പേനെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ണിൽ മുഴുവൻ പുകയാണ്,
ഇവിടെ നിറച്ചിരുട്ടാണ്, എനിക്ക് പപ്പയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പപ്പ പറഞ്ഞു, മോനെ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നിന്നെ ശരിക്കും കാണാം, നീ ചാടിക്കൊള്ളുക. ആ പപ്പയുടെ സംരക്ഷണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ കൊച്ച് അവിടെ നിന്ന് എടുത്ത് ചാടി സുരക്ഷിതമായി പപ്പയുടെ കൈകളിൽ വന്ന് വീഴുകയും ചെയ്തു. ഇതാണ് ഇന്ന് നടക്കുന്നത്. ചുറ്റും അന്ധകാരമാണ്, പ്രതിസന്ധികളാണ്, പുകയാണ്, തീയാണ്, പത്രങ്ങളിലെല്ലാം പ്രതിസന്ധിയാണ്, സഭയിലെല്ലാം പ്രശ്നമാണ്. പക്ഷെ സൂക്ഷിച്ച് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതെ ദൈവത്തിന്റെ കൈകളിലേക്ക് ചാടിക്കൊള്ളണം. കാരണം ഇത് കർത്താവിൻ്റെ സഭയാണ്. ഈ ഓർമ്മ വേണം. നമ്മുടെ സഭയല്ല, മനുഷ്യനിർമ്മിതമായൊരു സഭയല്ല ഇത്. ദൈവം സ്ഥാപിച്ച സഭയാണ്. ആ സഭയെ കൊല്ലാനായിട്ട് സാവൂൾ ഇറങ്ങിത്തിരിച്ച് ഊരിയ വാളുമായിട്ട് ആ സാവൂളിന്റെ നേരെ അവനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടി താഴെയിട്ടു നമ്മുടെ കർത്താവ്. നീ ആരാണെന്ന് സാവൂൾ ചോദിച്ചു. എല്ലാ അധികാരമുള്ള സാവൂള്, ശക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്ന സാവൂള്, നീ ആരാന്ന് ചോദിച്ചു എന്നെ തട്ടി താഴിടാൻ. അപ്പോൾ അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭ പീഡിപ്പിക്കുമ്പോൾ, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരു തുള്ളി കണ്ണീര് വരും. പക്ഷെ മുഴുവൻ നേരം കരഞ്ഞുകൊണ്ട് കർത്താവ് കാൽവരിയിൽ കിടക്കുന്നു, അൾത്താരിൽ കിടക്കുന്നു എന്ന അവബോധം ഉണ്ടാവുന്ന നല്ലതാണ്. സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീ പീഡിപ്പിക്കുന്ന, നീ ഭിന്നിപ്പിക്കുന്ന, നീ തകർക്കാൻ ശ്രമിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറയുന്നവൻ സഭയിലുണ്ട്. അവന്റെ സഭയാണിത്. ആ അവബോധം വേണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവപുത്രർ അവർ അറിയപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവപുത്രർ എന്നവർ അറിയപ്പെടും. അപ്പൊ അസമാധാനം സ്ഥാപിക്കുന്ന ആരുടെ മക്കളെന്ന് അറിയപ്പെടും? ചരിത്രം വിധി എഴുതുന്നത് ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് നമുക്ക് പത്രക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും, ടി വിയിൽ നമ്മുടെ മുഖം കാണും, നാം ആളായിന്ന് വരും, നാം നാട്ടിലെ പ്രമാണിയായി നമ്മളെ കുറച്ച് പേർ അംഗീകരിച്ചെന്ന് വരും, നാം വിളിച്ചു പറയുമ്പോൾ ഇറങ്ങാൻ ആളുണ്ടായെന്ന് വരും. പക്ഷേ നമ്മെപ്പറ്റി ചരിത്രം വിധി എഴുതും. നാം വിജയിക്കില്ല, ക്രിസ്തുവിനെതിരെ വിജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെ വഴികൾ പ്രലോഭനത്തിൻ്റെ വഴികളല്ല. പ്രലോഭനമുണ്ടാവും, ഈശോയ്ക്കും പ്രലോഭനമുണ്ടായി, ഈശോയുടെ മൗദ്യ ശരീരമായ തിരുസഭയ്ക്ക് പ്രലോഭനം ഉണ്ടാവും. എന്നും നാം ഇത് കാണും. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുത്ത തലമുറയും ഇതുപോലെ പ്രശ്നങ്ങളുള്ളൊരു സഭയിൽ ജീവിക്കും. പിടിച്ചു നിൽക്കാനുള്ള ഗട്സ് വേണം. ഇത്രയും ഉണ്ടായിട്ടും 10 പേരെ പോലും ഒരു ഇടവകയിൽ ഇളക്കാൻ ഈ പ്രശ്നത്തിന് കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 99% സഭയിൽ വരിക തന്നെ ചെയ്തു. പള്ളികളെല്ലാം നിറഞ്ഞു. ഇടദിവസങ്ങളിലെ കുർബാനയ്ക്ക് ആളുകൾ നിറഞ്ഞു. നമ്മുടെ പള്ളിയിലൊന്നും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ഈ പിശാചിൻ്റെ പ്രതികാര മനോഭാവത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കുറച്ച് പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, കുറേ പേരെ മനസ്സ് വേദനിപ്പിച്ചു, കുറേ പിതാക്കന്മാർ തെറി കേട്ടു, കുറേ അച്ഛന്മാരെ കളിയാക്കി, കുറേ ഭിന്നത എല്ലാ ഇടവകയിലുണ്ട്. പക്ഷെ അത് ഹീൽ ചെയ്യപ്പെടും. കാരണം ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ്. പ്രലോഭിക്കപ്പെടരുത്, പ്രലോഭനത്തിൽ വീണു പോകരുത്, വിശ്വാസം ക്ഷയിച്ചു പോകരുത്. ഇതാണ് സുവിശേഷം എന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവം അനുഗ്രഹിക്കട്ടെ.